ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രൂലി അനുശ്രീ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റാണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. ആദ്യം നമ്മൾ നെക്കിൻ്റെ ക്യാൻവാസൊക്കെ കട്ട് ചെയ്ത് അയൺ ചെയ്തിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എൻ്റെ ഷോർട്സിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത് ഇതിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഫുള്ള് റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ പോർഷൻ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്ത് കട്ടൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു ടോപ്പിൻ്റെ രണ്ട് ക്ലോത്തും, അതായത് ലൈനിങ്ങും വർക്ക് മെറ്റീരിയലും മെയിൻ ആയിട്ടുള്ള ക്ലോത്തും തമ്മിൽ ഒപ്പം വെക്കുക. അതായത് നമ്മൾ ക്യാൻവാസ് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല വശത്താണ് നമ്മൾക്ക് ഈ ക്യാൻവാസിൻ്റെ പോർഷൻ വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്തും വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് കുറച്ച് അധികം പണിയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോൾ പിൻസ് യൂസ് ചെയ്ത് നമ്മളത് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോച്ച് ഇടണം. അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് 3 മെറ്റീരിയലും നമ്മൾ നോച്ചിട്ടിട്ട് ആ ഒരു സെൻറ്റർ ഏരിയ കണ്ടിട്ട് അതൊപ്പം വെച്ചിട്ട് നമ്മളിതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഒരു 2 സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, നന്നായിരിക്കും, കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് ഈ പിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു അര ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിനേക്കാളും ചെറിയൊരു കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് പോവാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തൊരു സ്പേസ് വരെ നമ്മളത് ഇതിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് മറിക്കുക. ഉള്ളിലേക്ക് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിരിക്കും. ഉള്ളിലേക്ക് നമ്മൾ മറിച്ചെടുത്തിട്ട് നമ്മളവിടെ പ്രസ്സിങ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, കൈ കൊണ്ട് കാണിക്കുന്ന ആ ഒരു പോർഷനിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നല്ല ഒരുപാട് അപ്പുറത്തേക്ക് പോകരുത്. ആ ഒരു സ്പേസിൽ ഒരു എൻഡിലായിട്ട്, ഒരു നെക്കിൻ്റെ ആ ഒരു എൻഡിലായിട്ട് തന്നെ, മീൻസ് പുറത്തേക്ക് കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞ്, ഒരു അടുത്തായിട്ട് തിന്നായിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ കിടക്കുന്നില്ലേ, ഈ ഒരു പോർഷൻ നമുക്ക് ലൈനിങ്ങുമായിട്ട് ബന്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ലൈനിങ് ഒന്ന് മറിച്ച് വെച്ചിട്ട്, അതായത് ഈ രീതിയിൽ കാണിക്കുന്ന പോലെ വെച്ചിട്ട് ആ ഒരു പോർഷൻ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം വൃത്തി ഉണ്ടാകും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കണ്ടോ, ബോൾ പിൻസ് വെച്ച് എന്തായാലും സെക്യൂർ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടുമല്ല, ഫെൻഡി ക്ലോത്ത് കുറച്ചധികം പണിയുള്ള ക്ലോത്താണ്. കട്ട് ചെയ്യുന്നവർക്കും അത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ചധികം ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, കാരണം നമ്മളവിടെ ഒരു ഹോൾസ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി അധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ. ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ, ഒരു കട്ടിങ് കൊടുക്കാനുണ്ട്. കത്രിക വെച്ചിട്ട് ചെറിയ കട്ട് അങ്ങനെ ചെയ്യാനുണ്ട്. ആ സൈഡ് പോർഷനിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന എന്താ കണ്ടില്ലേ, ഇതുപോലെ അങ്ങനെ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ച് ആ ഒരു ഹോൾസ് വരുന്ന ആ ഒരു പോർഷൻ്റെ അതൊക്കെ അവിടെ ക്ലിയർ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡറാണ് ചെയ്യുന്നത്. ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശം തമ്മിൽ ഒപ്പം വയ്ക്കുക. നല്ല വശം തമ്മിൽ ഒപ്പം വെച്ച ശേഷം നമ്മൾ ആ 2 പോർഷനിലും നല്ല വശങ്ങൾ തമ്മിൽ രണ്ടായിട്ട് കണ്ട ഇതിൽ കാണുന്ന പോലെ രണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അടിച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നിന്ന് ആ ഒരു പോർഷനിലേക്ക് ആവുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. നേരെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ചിലപ്പോൾ 2 ഭാഗത്തും, മീൻസ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടും രണ്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങനെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ചെയ്യുന്നത്. മറ്റേ ഷോൾഡറും ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ മടക്കി കൊടുത്തിട്ട്, ആ ഒരു മടക്ക് മനസ്സിലായി കഴിഞ്ഞത് ഈസിയാണ്. അങ്ങനെയാണ് ഷോൾഡർ ചെയ്യുന്നത്. ഷോൾഡറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് മൊത്തത്തിൽ മറിച്ചിടുക എന്ന് വെച്ചാൽ ക്ലിയർ ആക്കി കൊടുക്കുക, മൊത്തത്തിൽ ക്ലിയർ ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് കണ്ടില്ലേ, ഈ ഷോൾഡറിൻ്റെ പോർഷൻ മുതൽ ആ നെക്ക് ലൈൻസും നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പ്രസ്സിങ് കൊടുത്തിട്ടില്ല. പ്രസ്സിങ് എന്ന് പറയേണ്ടതാണ് ഇതാ ഇങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റിച്ചിങ്ങിനെയാണ് പ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്സിങ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രസ്സിങ് ഇതാ ഇതിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് വരും. ചിലപ്പോൾ ആം ഹോളിലോ സ്ലീവിൻ്റെ ഭാഗത്തോ, സ്ലീവല്ല ആം ഹോളിൻ്റെ ഭാഗത്തോ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് കാണാം. ചിലപ്പോൾ ഈ യോക്കിൻ്റെ മൊത്തത്തിലുള്ള ചില ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ ആവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം. ഈ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞു, കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ രണ്ട് ഷോൾഡറൊക്കെ ഓക്കെ ആണോ ഒപ്പാണോ എന്നൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോഴേ സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ എല്ലാ പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് എല്ലാ ഭാഗത്തും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ബോൾ പിൻസ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എവിടെ ഒരു ഗ്യാപ്പ്, അതായത് ഒരു ബബിൾസ് പോലെ, മനസ്സിലായല്ലോ, അങ്ങനെ പൊന്തി നിൽക്കൽ ഉണ്ടാവരുത്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെറ്റാക്കി കൊടുക്കുക. സെറ്റാക്കിയിട്ട് എല്ലാ പോർഷനും, ഇതിൻ്റെ എല്ലാ എൻഡ് പോർഷനും, അതായത് താഴത്തെ പോർഷൻ, സൈഡിലെ പോർഷൻ, ആമോളിൻ്റെ പോർഷൻ, അങ്ങനെ മൊത്തത്തിൽ ഈ രണ്ട് ബാക്കിലും ഫ്രണ്ടിലും നമ്മളത് മൊത്തത്തിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് സ്റ്റിച്ചിൽ, അതായത് ലോങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടുകയുള്ളൂ നമ്മൾ മെഷീനിൽ. അങ്ങനെ സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെയല്ല ചെയ്യാറ്, പക്ഷേ ഇത് ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ലൈനിങ് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹെം പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. ആ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഒന്ന് മറിച്ചിടും. മീൻസ് നല്ല വശം നമ്മളെ ഫേസിലേക്ക് ഫേസ് ടു ഫേസ് ആക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോർഷൻ നമ്മളെ ഒരു സ്ലീവിൻ്റെ ലൈനിങ്ങിലേക്ക് വെച്ച് ആ ഒരു ലൈനിങ്ങിൽ ആ ഒരു ബേസിൽ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അത് ഫോൾഡ് ചെയ്ത ശേഷം നമ്മളത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ആം ഹോൾ, അതായത് കൈ വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ സ്ലീവിൻ്റെ തന്നെ, ആ ഒരു പോർഷൻ ഇതാ ഒന്ന് ക്ലിയർ ആക്കാനുണ്ടാവും. കാരണം ഈ ക്ലോത്ത് കുറച്ച് പ്രശ്നമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാനുണ്ടാകും. അതൊന്ന് ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണിത്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മുഷിയൂല. അപ്പോൾ രണ്ട് സ്ലീവ് അതേ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതിലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുത്തത് തന്നെയാണ്. കാരണം എന്തെങ്കിലും കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം കൂടിയാൽ നമുക്ക് വെട്ടിക്കളയാം, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻ ഏതെങ്കിലും ഒരു ക്ലോത്ത് കറക്റ്റായിരിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിങ്ങോ അല്ലെങ്കിൽ മെയിൻ ക്ലോത്തോ കറക്റ്റായിരിക്കണം. അപ്പോൾ പിന്നെ വലിയ ഇഷ്യൂ വരില്ല. അങ്ങനെ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സെറ്റാക്കി ക്ലിയർ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കയ്യിൽ വെച്ചെടുക്കാനുള്ളത്. കണ്ടില്ലേ, നമ്മൾ ക്ലോത്ത് കുറേ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് സ്ലീവിലേക്ക് വരാനുള്ളത്. അതായത് മെയിൻ ക്ലോത്തിലേക്ക്, അതായത് യോക്ക് പോർഷനിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ സ്ലീവ്. ഓക്കെ, അപ്പോൾ ആ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം.
ഇതാ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ കാണണം. ഓക്കെ, നമുക്കിതിൻ്റെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷൻ കണ്ടിട്ട് അവിടെ നമുക്ക് നോച്ചിടണം. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ പോർഷനാണ് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ. അവിടുന്ന് വേണം ആ ഒരു പോർഷനിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ പ്ലീറ്റഡ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അത് തിരിച്ചിട്ടിട്ടും ഈ സെയിം മെത്തേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സ്ലീവ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും കറക്റ്റ് സെയിമിൽ ചെയ്യുക. ഇതേപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ വരും ലാസ്റ്റ് റിസൾട്ട്. ഈ ഒരു കുറച്ച് പ്ലീറ്റഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ പ്ലീറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കണ്ടോ നമുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഹെം പോർഷന് മടക്കി തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് കൂട്ടിയിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. ഹാൻഡ് വർക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സുമാണ്. സാധാ തുന്നലാണ് ചെയ്തിട്ടുള്ളത്. അതായത് സൂചി നൂലും വെച്ചിട്ടാണ് തുന്നി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ബാക്കിലെ ഒരു ഹോൾസ് വരുന്നതിന് നമ്മളൊരു ഹുക്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കമൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ച ഒരു പ്രശ്നം വരില്ല. ചിലപ്പോൾ എനിക്കതിൻ്റെ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.